ഹലോ മൈ ഗായ്സ്, എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും എല്ലാ പ്രാവശ്യവും നമുക്ക് ഒരു ഈ ഫുട്ബോൾ കയറ്റുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടൊരു മെസ്സിനെ തരും. അപ്പോൾ ആ മെസ്സി വേർത്താണോ അല്ലയോ എന്നാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഇത്. ഒരു ഇമ്പാക്റ്റ്, ആ മെസ്സി നമുക്കൊരു ഇമ്പാക്റ്റ് തരുമോ, ഗെയിമിങ്ങിലൊക്കെ നല്ലൊരു പെർഫോമൻസ് നമുക്ക് നമ്മൾ പ്രതീക്ഷ വെച്ച പോലെയൊക്കെ തരുമോ ഇല്ലയോ എന്നാണ് നമ്മൾ ഇന്നത്തെ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി തന്നെ ഫസ്റ്റ് നമ്മൾ മെസ്സി ലെഫ്റ്റ് റൂട്ടറാണ്. അപ്പോൾ നമുക്കതിനൊരു റൈറ്റ് കോർണറിൽ തുടങ്ങാം. അപ്പോൾ നമ്മുടെ മെസ്സി ഒരു ഗെയിം ഈ ഫ്രീ ആയിട്ട് തന്നെ മെസ്സി നമുക്ക് ഗെയിം കളിക്കുമ്പോൾ ഒരു ഇമ്പാക്റ്റ് തരുമോ ഇല്ലയോ, അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ആ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് സെലക്ട് കേക്കർ കൊടുത്തിട്ട് നമുക്ക് മെസ്സിനെ എടുക്കാം. എന്നിട്ട് മെസ്സി നമുക്ക് ഫസ്റ്റ് നമുക്ക് 3 ടാർഗറ്റ് ഉള്ളത്. ഫസ്റ്റ് പോസ്റ്റിക്ക് ഒന്ന് ഇത് താഴ്ന്നു പോയി, കുഴപ്പമില്ല, ഒന്നുകൂടി ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ചെയ്ത് നോക്കാം. 3 ഇതാണുള്ളത്. ഫസ്റ്റത്തെ ഈ അടി ഞാൻ നേരെ അടിക്കാത്തതുകൊണ്ടാണ്. ഇത് നേരെ വരുമില്ല എനിക്ക് അറിയില്ല, വന്നില്ല. ശരി, കുഴപ്പമില്ല. നമുക്കിനി മെസ്സിനെ നമ്മൾ മെയിൻ ഇങ്ങനെ യൂസ് ചെയ്യുന്നത് കൂടുതൽ നമ്മൾ കോർണർ, ഡയറക്റ്റ് കോർണർ അടിക്കുന്നവർക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ കൂടുതലും പാസ് കൊടുത്തിട്ടാണ് കളിക്കാറ്. അപ്പോൾ അങ്ങനെ കളിക്കുന്നവർക്കാണ് സുഖം. മെസ്സിനെ ഇഷ്ടമുള്ളവർക്കൊന്ന് കമൻറ്റ് ബോക്സിൽ ബ്ലൂ ഹാർട്ട് ഇടുക. റൊണാൾഡോന് ഇഷ്ടമുള്ള റെഡ് ഹാർട്ട് ഇടുക. അപ്പോൾ ആർക്കാണ് ഫാൻ ബേസ് ഒന്ന് കൂടുതൽ നോക്കാം നമുക്ക്. അപ്പോൾ ലാസ്റ്റ് ചാൻസാണ് മെസ്സിക്ക്. മെസ്സിയുടെ ഈ അടി നേരെ വന്നു, മെസ്സിയുടെ അടി നേരെ കിട്ടുമോ? അപ്പോൾ ഇത് ഇത്തിരി ലെങ്തി ആയി, കുഴപ്പമില്ല. ഈ മെസ്സി നല്ലൊരു ഇമ്പാക്റ്റ് ആകുന്ന പ്ലെയർ തന്നെയാണ്. കോർണറൊക്കെ നേരെ ഇത്തിരി പെർഫെക്ഷനിൽ അടിച്ചു കഴിഞ്ഞാൽ ആ മെസ്സി ഇതിന് നന്നായി ഇതാവും. അടുത്തത് നമുക്ക് ഫ്രീ കിക്കിൻ്റെയാണ്. ഫ്രീ കിക്ക് പൊസിഷൻ ഞാൻ 3 സൈഡ് വെക്കുന്നുണ്ട്. ഒന്ന് ഇവിടെ, ഈ രണ്ടിൻ്റെയും നടുക്ക്, ഈ സൈഡ്, പിന്നെ സെൻട്രൽ ഇവിടെ, ഈ 3 സൈഡും വെക്കുന്നുണ്ട്. അപ്പോൾ ആരും ഒന്നും പറയണ്ട. എനിക്ക് ഈ 3 സൈഡ് വയ്ക്കുമ്പോൾ ഇതിലേത് സൈഡാണ് ഇത്തിരി ഇമ്പാക്റ്റ് എനിക്ക് തോന്നുന്നു നോക്കാം. ഈ സൈഡൊക്കെ ആണെങ്കിൽ മെസ്സിക്ക് ഇത്തിരി വേഗം അടിക്കാൻ പറ്റുന്ന എൻ്റെ ഒരു ഇത്. അപ്പോൾ 3 നന്നായി ഒരു ഇമ്പാക്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഫസ്റ്റത്തെ ബ്ലോക്കായിട്ടുണ്ട്, കുഴപ്പമില്ല. നമുക്ക് ഒന്നുകൂടെ ചെയ്ത് നോക്കാം. ഇപ്പോൾ രണ്ടാമത്തെ ട്രൈ അത് കീപ്പർ സേവ് ചെയ്തു. ഇത് മൂന്നാമത്തെ, 1 തൊട്ട് 3 എന്നല്ല, നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ശരി, ഇതിപ്പോൾ എനിക്കറിയില്ല. ട്രൈ പിക്ഫോർട്ട് നല്ലൊരു ഗോളിയാണ്. ഇത് നന്നായി സേവ് ചെയ്യാൻ പറ്റുന്നൊരു ഗോളിയാണ്. ഇതാണ് നമുക്ക് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പൊസിഷനിൽ വെക്കാം. പറ്റുകയായിരിക്കും, പക്ഷെ ഇത്തിരി പൊന്തി. ഒന്നുകൂടെ അടിക്കണം. ചെറുതായി പൊന്തി. നമുക്ക് ഈ പൊസിഷൻ തന്നെ 3ാമത്തെ ട്രൈ ആണ്. നമുക്ക് ഈ മെസ്സി ഈ സൈഡിൽ തന്നെ 3ാമത്തെ എനിക്ക് ശരിയായി വന്നില്ല. അപ്പോൾ എനിക്ക് ശരിയായി നല്ല ലെക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാവർക്കും ശരിയാകും. ഈ സൈഡ് തന്നെയാണ് നോക്കേണ്ടത്. ഈ സൈഡിൽ നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ബ്ലോക്കായിട്ട് ഈ സൈഡിൽ നിന്ന് മെസ്സി അടിക്കുന്നതിനെ കൂടുതൽ കണ്ടിട്ടില്ല. അപ്പം നമ്മളിനി 3ാമത്തെ ഈ സൈഡ്, 2ാമത്തെയും ബ്ലോക്കായി. സീനിൽ നമുക്ക് എന്തായാലും ഇത്തിരി നന്നായി വരും. ഈ സൈഡിൽ തന്നെ 3ാമത്തെ കിക്കാണ്. അതും ബ്ലോക്കാണ് കേട്ടോ ഗൈസ്. എനിക്ക് ഫ്രീ കിക്കിൽ ഈ മെസ്സിന് എനിക്ക് വലിയൊരു ഇതില്ല. ഇനി അടുത്ത് നമുക്കൊരു പെനാൾട്ടി കിക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം.
പെനാൾട്ടി നോക്കാം. പെനാൾട്ടിയിൽ അയ്യോ അറിയാണ്ട് ഫ്രീ കിക്ക് തന്നെ എടുത്തു. നമുക്ക് ഇനി പെനാൾട്ടിയിലേക്ക് പോവാം. പെനാൾട്ടി വരുമ്പോൾ മെസ്സി നോക്കാം. നമുക്ക് അത് കർവ് പോലെ അടിച്ചതാണ്. ഫസ്റ്റ് ഷോട്ട് മെസ്സി നേരെ അടിച്ചില്ല കേട്ടോ ഗൈസ്. ഫസ്റ്റ് ഷോട്ട് എനിക്കത്ര ഇമ്പ്രൂവ്മെൻറ്റ് തോന്നിയില്ല. നല്ല പവറിലൊന്ന് അടിച്ചു നോക്കാം. അത് രണ്ടാമത്തെയും പിക്ഫോർഡ് നല്ലൊരു സേവ് നടത്തിയിട്ട് ഗൈസ്. എനിക്ക് എപ്പം നല്ലൊരു ഇംഗ്ലണ്ടിൽ നല്ലൊരു ഗോൾ ചെയ്യണ പിക്ഫോർഡാണ്. മൂന്നാമത്തെ ശരിയായി. ഇതിന് നമ്മൾ 5 അടി വയ്ക്കുന്നത്. അങ്ങനെ നമ്മുടെ 2 സൈഡിൽ ഈ സൈഡിലേക്ക് ഒന്ന് അടിച്ചു. ഇവിടെ ഇപ്പുറത്തെ സൈഡിലൊന്ന് അടിച്ചു, ഇപ്പുറത്തെ അടിച്ചു, സെൻറ്ററിലും അടിച്ചു. ടോപ്പ് റൈറ്റിലും ബോട്ടം റൈറ്റിലും അടിച്ചു. പിന്നെ സെൻറ്ററൊക്കെ അടിച്ചു. ടോപ്പ് ലെഫ്റ്റിലും അടിച്ചു. ഇനി ബോട്ടം ലെഫ്റ്റിലും അടിച്ചു നോക്കാം. ഇത് കയറി ഒത്തിരി നല്ലതാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും അടിക്കുമ്പോൾ ബോട്ടം ലെഫ്റ്റിലേക്ക് അടിച്ചു നോക്കൂ. അവിടെയാണെങ്കിൽ ഇത്തിരി മെസ്സിക്ക് എയിം കിട്ടുന്നുണ്ട് തോന്നുന്നു. അടുത്തത് നമുക്ക് അറ്റാക്കിംഗ് പ്രാക്ടീസിൽ പോയിട്ട് മെസ്സിൻ്റെ ഒരു കേർവിങ് ഗോൾ നോക്കാം. സൈഡിലൂടെ അങ്ങനെ വന്നിട്ടാണ് അപ്പം നമ്മൾ സൈഡിൽ കൂടെ വന്നു നോക്കാം. നമുക്ക് 3 ചാൻസ് ഇല്ല, അതിലൊന്ന് കഴിഞ്ഞപ്പോൾ അങ്ങനെ. രണ്ടാമത്തെ ചാൻസ് നോക്കാം നമുക്ക്. രണ്ടാമത്തെ കയറിട്ടോ. നല്ലൊരു കെർവിങ്ങിലൊക്കെ നല്ലൊരു ഇതുണ്ട്. ഓ ഗായ്സ്, ഇവിടെ നിന്ന് അടിക്കുമ്പോൾ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ട് കേട്ടോ. അടുത്ത് നോക്കേണ്ടത് അതേപോലെ ഒന്ന് ലോങ് റേഞ്ചർ, പക്ഷേ ഇപ്രാവശ്യം കയറിയില്ല. വീണ്ടും ലോങ് റേഞ്ചർ അടിക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഈ മെഷീനെ കൊണ്ട് ലോങ് റേഞ്ചും അത്യാവശ്യം അടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ നിറയെ കണ്ടൻറ്റുമായി ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ ഫ്രം അക്കൂസ് എഡിറ്റ്സ്.